ഹായ് നമസ്കാരം. ശ്രീഭാഗ്യ ഫാഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് റെഡിമെയ്ഡ് ബ്ലൗസ് തന്നെയാണ്. ഒരുപാട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു റെഡിമെയ്ഡ് ബ്ലൗസിന്റെ തന്നെ. നല്ലൊരു എൻക്വയറി ആയിരുന്നു, നല്ലൊരു ഫീഡ്ബാക്ക് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല സ്റ്റിച്ചഡ് ആയിട്ടുള്ള റെഡിമെയ്ഡ് ബ്ലൗസ് ആണ്. പല ഡിസൈൻസും വെറൈറ്റിയും കലങ്കാരിയും ഇക്കത്ത് അങ്ങനെ പല പ്രിന്റുകളിലും കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. പിന്നെ കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല, നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ്. ഡാർക്ക് ബ്രൗൺ ആണ്, ഒരു കലങ്കാരി പ്രിന്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. നല്ല ബ്രൗൺ കളർ തന്നെയാണ്. ഇതുപോലെ വരുന്നുണ്ട്. അതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. ആ ഒരു കളറും അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള പ്രിൻസസ് കട്ടാണ്. ഒട്ടുമിക്ക പേർക്കും അറിയാം. ഇതുപോലെ ഒരു പ്രിൻസസ് കട്ടിങ്ങിന് ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ പോയിട്ടുണ്ട്. രണ്ട് സൈഡും അതുപോലെ ആ ഒരു കട്ടിങ് ആണ്. നമ്മുടെ പഴയ മോഡൽ ബ്ലൗസുകൾക്ക് നമുക്ക് ഡോട്ട് ഇട്ടാണ് ചെയ്തിരുന്നത്. ഇത് പ്രിൻസസ് കട്ട് തന്നെയാണ്. ഒരു സൈഡിലോട്ടുള്ള ഒറ്റ സ്റ്റിച്ച് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ ഹൂക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള ഒരുപാട് ഹൂക്കുകൾ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഒരു കീപ്പ് ചെയ്യേണ്ട സൗകര്യത്തിന് ഇവിടെ ഒരു സ്റ്റിച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് പൊട്ടിച്ച് കളഞ്ഞിട്ട് വേണം ഉപയോഗിക്കേണ്ടത്. പലർക്കും അതൊരു ഡൗട്ട് ഉണ്ട്, ഇത് എങ്ങനെ ഉപയോഗിക്കും എന്നുള്ള. ഒരു സ്റ്റിച്ച് ഇവിടെ ഫ്രണ്ട് പോർഷനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടിച്ച് കളയുക, ഉപയോഗിക്കും. സ്ലീവ് ലെങ്ത് വരുന്നത് എൽബോ സ്ലീവിൽ നിന്നും കുറച്ച് ലെങ്തിലായിട്ടാണ് വരുന്നത്. ഇത്രയും ലെങ്ത് ഏകദേശം വരുന്നുണ്ട്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ഇതുപോലെ വരുന്നുണ്ട്. അതിന്റെ കളർ ഏകദേശം ഈ ബ്രൗൺ കളറാണ്. ആ പ്രിന്റ് വരുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ചിലപ്പോൾ കളറിന് ഒരു വ്യത്യാസം പോലെ തന്നെ. നമ്മുടെ ആ ലൈനിങ്ങിന്റെ കളർ കാണുമ്പോൾ അറിയാം, നല്ല കറക്റ്റ് ബ്രൗൺ കളർ തന്നെ, നല്ലൊരു കോഫി ബ്രൗൺ തന്നെയാണ്. ബാക്ക് പോർഷൻ അത്ര ഇറങ്ങിയ നമ്മുടെ നെക്കൊന്നും കഴുത്തൊന്നും അല്ല, നല്ലതായിട്ട് ഒരു സ്റ്റാൻഡേർഡ് മെഷർമെന്റിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ ബാക്കിൽ ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഷോൾഡർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് ഫീച്ചേഴ്സ് വരുന്നത്. അതുപോലെ ഫ്രണ്ടിൽ പാഡ് അറ്റാച്ച്ഡ് ആണ്. ഫ്രണ്ട് പോർഷനിൽ പാഡ് അറ്റാച്ച്ഡ്. നമ്മൾ പ്രിൻസസ് കട്ട് വരുമ്പോൾ ആ പാഡ് നമ്മൾ ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അതാണ് അതിന്റെ ഒരു ബ്ലൗസ് ഇടുമ്പോൾ ഒരു പെർഫെക്റ്റ് കിട്ടണമെങ്കിൽ നമുക്കത് വേണം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പാഡ് മാറ്റാമോ, വേണമെന്നുള്ളവർക്ക് അത് മാറ്റാം. നമ്മുടെ പ്രിൻസസ് കട്ടാണ് ആ ഒരു ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്, നമ്മൾ ഡോട്ട് അല്ല. പ്രിൻസസ് കട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്താലും പാഡ് വെക്കാത്തവർക്ക് ആ പാഡ് ഇല്ലാതെ തന്നെയല്ലേ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത്. ഇതിന്റെ സൈസ് വരുന്നത് 34 to 40 സൈസാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. 40 വരെ ഇപ്പം നിലവിൽ നമുക്ക് ഉള്ളൂ. 40 സൈസ് വരെ മാത്രമേ ഉള്ളൂ. ഇത്രയൊക്കെ തന്നെയാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 375 ആണ്. പ്രൈസും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഇത് തന്നെയാണ്. ഫസ്റ്റ് ഇനി ഞാൻ വേഗം ഒരുപാട് കളർ ഷെയ്ഡുകളുണ്ട്. അപ്പം വേഗം കാണിക്കാം. ഏതാണോ വേണ്ടത് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യുക. സൈസും കൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് ഒന്ന് വാട്സപ്പ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. ഇതുപോലെ വന്നിട്ട് ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഫുള്ള് നമുക്ക് സോൾഡ് ഔട്ട് ആയതാണ്. നമുക്ക് ഓരോ പീസിലും ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്. പക്ഷെ നമുക്ക് വെറൈറ്റീസ് ഉണ്ട്. ഒന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ ഉണ്ട്, വേറൊരു കളറിൽ. അങ്ങനെ ബ്ലൂവിൽ വരുന്ന ഒരു കലങ്കാരി ഡിസൈൻ ആണ്. ഇതുപോലെ വരുന്നുണ്ട്. ആദ്യം പറഞ്ഞ അതേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ്. നമ്മുടെ ഇത് പർച്ചേസ് ചെയ്യേണ്ടത് നമ്മുടെ ബ്രാ സൈസിൽ നിന്നും ഒരു സൈസ് കൂട്ടി വേണം പർച്ചേസ് ചെയ്യാൻ. ഞാനിത് എല്ലാ വീഡിയോയിലും റിപ്പീറ്റ് ചെയ്യാണ്. 34 എടുക്കുന്ന ആള് 36 എടുക്കുക, 36 അതിന്റെ അടുത്ത സൈസ് എടുക്കുക. അങ്ങനെ ഓരോ സൈസ് കൂട്ടി വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോഴാ നമ്മുടെ ഒരു സൈസിന്റെ പ്രശ്നം വരുന്നില്ല. ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത്. സെക്കൻഡ് ഷെയ്ഡ് വരുന്നത്. ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ബ്ലൂ ആണ്. ഈ ബ്ലൂ തന്നെയാണ്. നമുക്ക് പ്രിന്റ് വരുമ്പോൾ കുറച്ച് ആ ഒരു കളർ വ്യത്യാസമായിട്ട് തോന്നും, നമ്മുടെ ആ ഒരു ഡിസൈൻ പോകുമ്പോഴേ. ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വന്നത് ആഷ് കളറാണ്. നല്ല ഭംഗിയുള്ളൊരു ആഷ്. നമുക്ക് പെട്ടെന്ന് കിട്ടാത്ത ഒരു കളറാണ് ഇത്. ആഷ് കളർ ചിലപ്പോൾ നോക്കി നടന്നാൽ നമുക്ക് കിട്ടത്തില്ല. ഒരു ആഷ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു കളർ. നമ്മുടെ ആ സിമെന്റിന്റെ കളറൊന്നുമില്ല, കറക്റ്റ് അത് തന്നെയാണ്. ഇതുപോലെ വരുന്ന ബാക്ക് പോർഷനിൽ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. ഒരു പീക്കോ ഗ്രീൻ. ഇത് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. ഇത് നമുക്കറിയാം, ചില കളർ നമുക്ക് സ്റ്റോക്ക് കുറവായിട്ടുള്ളതായിരിക്കും ഭയങ്കര എൻക്വയറി ഉള്ളത്. ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. വേഗം ആദ്യം എൻക്വയറി ഇടുന്നവർക്കായിരിക്കും കൊടുക്കുക. ഇങ്ങനെ വരുന്നുണ്ട്. അതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെ. ഇത് നമ്മൾ ഇതിന്റെ പ്രിന്റ് വേറെ ചെയ്തിട്ടുണ്ട് കളേഴ്സിൽ. പക്ഷെ ഈ കളർ ആദ്യമായിട്ടാണ് കേട്ടോ. ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡ്. നമുക്ക് വീഡിയോ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ട്.
നെക്സ്റ്റ് വന്നത് ബ്ലൂ ആണ്, ഇതുപോലെ വരുന്നുണ്ട് ബ്ലൂ ഷെയ്ഡ്. ബാക്ക് പോർഷൻ വന്നത് ഇങ്ങനെയാണ്. ബാക്കിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് നെക്കിന്റെ ആ ഒരു ലെങ്ത് കാണാൻ വേണ്ടിയാണ് ബാക്ക് കൂടെ കാണിക്കുന്നത്. പാഡ് അറ്റാച്ച്ഡ് ആണ്. പ്രിൻസസ് കട്ടാണ് വരുന്നത്. 34 to 40 സൈസ് അവൈലബിൾ ആണ്. നല്ലൊരു യെല്ലോ ആണ്. നെക്സ്റ്റ് ഭംഗിയുള്ള ഒരു യെല്ലോ ആണ്. ഇവിടെ ചെറിയ പ്രിന്റുകളാണ് ഇതുപോലെ വരുന്നത്. നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ്. കോട്ടൺ ആണ് മെറ്റീരിയൽ, എല്ലാം കോട്ടൺ ആണ്. മെറ്റീരിയൽ ചേഞ്ച് ആകുമ്പോൾ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇപ്പൊ കാണിക്കുന്നതെല്ലാം കോട്ടൺ മെറ്റീരിയൽ ആണ്. ബാക്ക് പോർഷൻ വന്നു. നെക്സ്റ്റ് ഒരു യെല്ലോ തന്നെ കുറച്ചും കൂടി നമ്മുടെ ആ ഒരു കളർ വ്യത്യാസമുണ്ട്. കുറച്ചും കൂടി ഒരു ഓറഞ്ച് ഷെയ്ഡായിട്ട് കലർന്ന ഒരു വരും. ബാക്ക് പോർഷൻ വന്നു. മറ്റത് കറക്റ്റ് ആ ഒരു യെല്ലോ ഷെയ്ഡ്. ഇത് നമ്മുടെ ഓറഞ്ചും കൂടെ കലർന്നിട്ടുള്ള ഒരു മഞ്ഞയാണ്. നെക്സ്റ്റ് വന്നത് ഇതുപോലത്തെ ഒരു യെല്ലോ, നമ്മുടെ ആ ഉലുവ കളർ പോലെയില്ല, കറക്റ്റ് അതാണ്, ഈ യെല്ലോ ആണ്. നമ്മൾ ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് നമ്മുടെ കേരള സാരിയുടെ കൂടെ ഒക്കെ വിയർ ചെയ്യാൻ പറ്റും. ആ ഒരു യെല്ലോ ഷെയ്ഡാണിത്. ആ ഒരു ലെങ്ത് ഇത്രയും വരുന്നുണ്ട്. ഞാൻ അതാണ് കാണിക്കുന്നത്. ഞാൻ വിയർ ചെയ്യുന്നില്ല, അല്ലാതെ കാണിച്ചിരുന്നു. ഇത്രയും നമുക്ക് ലെങ്ത് വരുന്നുണ്ട് ബ്ലൗസിന്. ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് യെല്ലോയിൽ തന്നെ കുറച്ച് പ്രിന്റ് വ്യത്യാസം ഇതുപോലെ വരുന്നുണ്ട്. കുഞ്ഞു ഡോട്ട് ആയിട്ടാണ്. നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഈ പ്രിന്റ് കാണാനായിട്ട്. ഇങ്ങനെ വരുന്നുണ്ട്. ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് നല്ലൊരു ബ്രൗൺ, നമ്മുടെ കറക്റ്റ് ആ ചോക്ലേറ്റിന്റെ കളർ തന്നെയാണ്, ഭംഗിയുള്ള കളറാണ്. ഇതുപോലെ കുഞ്ഞ് ഫ്ലവേഴ്സ് പോലെ ഇതുപോലത്തെ പ്രിന്റ് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ്. പ്രിൻസസ് കട്ടാണ്. ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്ക് വേണ്ടിയാണ്. പ്രിൻസസ് കട്ടാണ് വരുന്നത്. പാഡ് അറ്റാച്ച്ഡ് ആണ്. ഡോറീസ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഇതുപോലെ ഡോറീസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എൽബോ സ്ലീവിൽ നിന്നും കുറച്ച് ലെങ്ത് കയറിയിട്ടാണ്. സ്ലീവ് ലെങ്ത് ഇത്രയും വരുന്നുണ്ട്. വീഡിയോ കാണിക്കുമ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് ചെയ്യുക. സൈസ് കൂടെ മെൻഷൻ ചെയ്തൊന്ന് വാട്സാപ്പ് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു മെറൂൺ അല്ല, ഒരു ബ്രിക്ക് ഷെയ്ഡ്, അതാണ് കറക്റ്റ് ഭംഗി, അതാണ് ഷെയ്ഡ്. കോട്ടൺ ആണ് മെറ്റീരിയൽ, എല്ലാം കോട്ടൺ മെറ്റീരിയൽ ആണ്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ഇതിൽ ആ ഒരു ബ്രിക്ക് ഷെയ്ഡിൽ ബ്ലൂവും യെല്ലോയും കൂടെ ഒക്കെ ചേർന്നിട്ടുള്ള ഫ്ലവർ ഒക്കെയാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡുകളാണ്. നെക്സ്റ്റും ആ ഒരു കളർ ഷെയ്ഡ് തന്നെയാണ്. ആ ഒരു ബ്രിക്സിന്റെ ആ ഒരു ഷെയ്ഡ് തന്നെയാണ്. ഇത് ഫ്ലവർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെ. നെക്സ്റ്റ് കുറച്ച് ഒരു മെറൂൺ കലർന്ന ഒരു ഷെയ്ഡാണ്. നെക്സ്റ്റ് വന്ന് ലൈറ്റ് ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ്. എനിക്ക് തോന്നുന്നു വീഡിയോയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണാൻ കുറച്ചും കൂടെ കളർ കൂടുതലാണ്. ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. ഓണിയൻ പിങ്ക് ഷെയ്ഡാണ്. ഇത് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ഇതിന് മുൻപേ ചെയ്തൊരു വീഡിയോയിൽ. പക്ഷെ ഫുള്ളും സോൾഡ് ഔട്ടായി. ഇത് റീസ്റ്റോക്ക് ആണ് ഈ കളർ. അതുകൊണ്ട് ആദ്യം അതിൽ ചോദിച്ചവർ വിഷമം വിചാരിക്കരുത്. ഇതിപ്പോ രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തതാണ്. നെക്സ്റ്റ് വന്ന് ബ്ലാക്കിൽ നല്ല പ്രിന്റ് ഉണ്ട്. നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ്. ഇങ്ങനെ ഫ്ലവേഴ്സ് ഗ്രീനും ആ ഒരു പീച്ച് ഷെയ്ഡും ഒക്കെ പോയിട്ടുള്ള ഫ്ലവേഴ്സ് ഇതുപോലെ. ബ്ലാക്ക് ആണ്. ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെ. നെക്സ്റ്റ് വന്ന ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡാണ്.
ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെ. ആ ബാക്ക് കാണിക്കുമ്പോൾ നമുക്കറിയാം ആ ലൈനിങ്ങിന്റെ ക്ലോത്തിന്റെ കളർ അതായിരിക്കും നമ്മുടെ ബ്ലൗസിന്റെ യഥാർത്ഥ കളർ. ഇങ്ങനത്തെ ആ ഒരു ഡിസൈൻ കയറുന്നത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് തോന്നാം. നെക്സ്റ്റ് ആ ഒരു മെറൂൺ ഷെയ്ഡ് തന്നെ ആ ഒരു ഡിസൈനിൽ മാത്രം കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ഈ 2 കളർ ഷെയ്ഡും നമുക്ക് മാറി എടുക്കാം. ഒന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത കളർ തന്നെ, പക്ഷെ ഒരേ ആ ഒരു സാമ്യം നമുക്ക് തോന്നും. നെക്സ്റ്റ് നല്ലൊരു കറക്റ്റ് ആ ഒരു മജന്തയും ഷെയ്ഡാണ്. അതിൽ നല്ല വൈറ്റ് ഫ്ലവേഴ്സ് ഒക്കെ പോയിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് അതിൽ തന്നെ കുറച്ച് പ്രിന്റ് വ്യത്യാസം, മറ്റേത് കുറച്ച് ലീഫൊക്കെ ആയിട്ട്, ഇത് ചെറിയ പ്രിന്റുകൾ. ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. 34 to 40 സൈസ് അവൈലബിൾ ആണ്. നമ്മുടെ ബ്രാ സൈസിൽ നിന്ന് 1 സൈസ് കൂട്ടി വേണം എപ്പോഴും പർച്ചേസ് ചെയ്യാൻ. ഓരോരുത്തരുടെ ബോഡിയുടെ ഷേപ്പ് പോലെ ആയിരിക്കും. ചിലർക്ക് ആ ഒരു സെയിം 34 എടുക്കുന്ന ഉണ്ട്, ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് 34 കറക്റ്റ് ആയിരിക്കും. നമ്മുടെ ഓൺലൈനിൽ എടുക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, 1 സൈസ് കൂട്ടി തന്നെ പർച്ചേസ് ചെയ്തോളൂ. നല്ലൊരു ഗ്രീൻ ഷെയ്ഡ്, ഗ്രീൻ അല്ല ഒരു പീക്കോ ഗ്രീൻ, ആ ഒരു ഷെയ്ഡാണിത്. ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ പ്രൈസ് 375 ആണ്. $375 പ്ലസ് ഷിപ്പിംഗ് ആണ്. നെക്സ്റ്റ് വന്നത് ബ്ലൂ തന്നെ കുറച്ച് ആ ഒരു പ്രിന്റിന്റെ വ്യത്യാസം, ഡിസൈൻ ഇങ്ങനെ മാറി വന്നിട്ടുണ്ട്. ഒരു കലങ്കാരി ഡിസൈൻ വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്. ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല, എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്. എന്നാലും ഫസ്റ്റ് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയാണ് ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ബാക്കിയുള്ളവർ ഒന്ന് ക്ഷമിച്ചേക്കുക, അവർക്ക് ഒരു ആവർത്തന വിരസത തോന്നും. പ്രിൻസസ് കട്ടാണ് വരുന്നത്. അതുപോലെ ഫ്രണ്ടിൽ പാഡ് അറ്റാച്ച്ഡ് ആണ്. ഹൂക്ക് ഫ്രണ്ട് ഓപ്പൺ തന്നെയാണ്. നമ്മുടെ എൽബോ സ്ലീവിൽ നിന്നും കുറച്ച് ലെങ്ത് കയറിയിട്ടാണ് വന്നിട്ടുള്ളത്. സ്ലീവ് ലെങ്ത് വരുന്നത് ഇത്രയും വരുന്നുണ്ട്. സ്ലീവ് ലെങ്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ബാക്കിൽ ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വരുന്നുണ്ട്. നെക്സ്റ്റ് ഷെയ്ഡ് 34 to 40 സൈസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ്. ഇതിൽ കാണിച്ചിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ 34 to 40 സൈസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്കൊരു മെസ്സേജ് ചെയ്യുക. മെസ്സേജ് ചെയ്യുമ്പം സൈസും കൂടെ ഒന്ന് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് മെസ്സേജ് ചെയ്യുക.